ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ് പോക്കാണ്. പറശ്ശിനിക്കടവ് പോയിട്ട് കുറച്ച് അമ്പലം പോകാനായിട്ടാണ് പ്ലാന്. അപ്പോൾ ഗായ്സ് നമുക്ക് പോകാം. ഞങ്ങളിപ്പോൾ പെട്രോൾ അടിക്കാൻ വന്നിട്ടാണുള്ളത്. ഫൈനലി പറശ്ശിനിക്കടവിൻ്റെ ഒരു പാലത്തിലെത്തിയിട്ടുണ്ട്. അവിടെ ദൂരെ കാണാം നിങ്ങൾക്ക് അമ്പലം. ഗ്ലാസ് താത്താത്തതിൻ്റെ പ്രശ്നം, പക്ഷെ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ? സോ ഗായ്സ്, ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരികയാണ്. അമ്മക്ക് എന്താ അറിയില്ല, വെയിലായോണ്ടാ തോന്നുന്നു ഇതൊക്കെ കുടയൊക്കെ പിടിച്ചിട്ട് അടക്കുന്നത്. ഇന്ന് നല്ല തിരക്കാ ഗായ്സ്. പാട്ട് ഫുള്ള് തിരക്കാണ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ട് ഇതിലെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാലയരിക്കുന്നത്. അയ്യോ ഗൈസ്, ഞങ്ങൾ കാലയരിക്കുന്നുണ്ട്. ഇവിടെ ബോട്ടിംഗ് ഒക്കെയാണ്. നമ്മളിനിയിപ്പോൾ അമ്പലത്തിൽ പോകണം. ഫുള്ള് തിരക്കാണ്. അതിൻ്റെ കൂടെ ഞങ്ങളിവിടെ ചോറിൻ്റെ ലൈനിൽ വന്ന് നിന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ തിരക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈടുന്ന് തന്നെ നമുക്ക് ഫുഡ് കഴിക്കണം ഭയങ്കര നിർബന്ധമാണ് ഗൈസ്. സമയം ഇപ്പോൾ എക്സാക്റ്റ് 11:43. അപ്പോൾ നമ്മൾ എത്താൻ പോകുന്ന മാക്സിമം ഒരു 5 മണി. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ക്യൂ കാണുമ്പോൾ കരച്ചിലാണ് വരുന്നത്. ഇതാ തീരുന്നില്ല ആൾക്കാരെ തിരക്ക്. അപ്പോൾ ലൈനിന് കുറച്ച് മാറ്റെല്ലാം വന്നിട്ടുണ്ട്. ഇതൊക്കെ അറിയാം, ഇതിങ്ങനെ ചെയിന് പോലെ ഞങ്ങൾ കറങ്ങണം. മറ്റേ സംഭവം മൂവിയില്ലേ അതേപോലെ മുടിയെല്ലാം ഇതേപോലെയാണ് ഞാൻ ഉദ്ദേശിച്ച ചെയിൻ കേട്ടോ. അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരിക, ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോവുക, എന്നിട്ട് മേലോട്ട് പോവുക. ഓ ഗായ്സ്, ഫൈനലി ഞങ്ങൾ റീച്ച് ആയിട്ടുണ്ട്. 5 മണിയല്ല, ഇപ്പം എക്സാക്റ്റ് 12 ആകുമ്പോൾ നമ്മളെത്തി. അതാണ് പറശ്ശിനിക്കടവ്. ഞങ്ങൾ ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞു, കഴിച്ചിട്ടേ പോകും ഗായ്സ്. അങ്ങനെ ഞങ്ങളിവിടെ വലിയൊരു ഹാളിൽ എത്തിയിട്ടുണ്ട്. ഇനി പാത്രം എടുക്കുന്നു, പോയി കഴിക്കുന്നു. ചോറ് വയ്ക്കേണ്ട, പ്രസാദം കഴിച്ചാൽ മതി പറഞ്ഞുകൊണ്ട് അമ്മ ഭയങ്കര ദേഷ്യത്തിലാണ്. പക്ഷെ അമ്മേൻ്റെ ഒരു വാക്കുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ നിന്നതും ചോറ് കിട്ടുന്നതും. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങളിപ്പോൾ എവിടെയും ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് എടുത്തെടുത്ത് താഴെ ഫുൾ ആൾക്കാരൊക്കെയാണ്. ഇവിടുന്ന് ഞങ്ങൾക്കിതാ ഈ മനോഹരമായ പുഴ കാണാം അല്ലേടോ. സച്ച് എ ബിഗ് പാത്രം. ഞങ്ങളിവിടെ ഇംഗ്ലീഷുകാരായിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. അവിടെ കണ്ടോ കുറേ വെള്ളമൊക്കെ. ഇതാണ് ഇവിടുത്തെ ചോറ്. ഇതാണ് ഇവിടുത്തെ ഭക്ഷണം കഴിക്കേണ്ട ഹാള്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഗൈസ് വരുന്നത്. ഭയങ്കര ഒച്ചയാണ് പാത്രത്തിൻ്റെ ഒക്കെ. ഇവിടെ ബാക്കിലുള്ള ചോറ്, പരിപ്പറി, പിന്നെ മോരറിയാനുള്ള ഫുഡ്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ സ്റ്റിൽ ദ ക്യൂ ഇസ് ലൈക്ക് ദിസ് ഗൈസ്. തിരക്ക് കൂടുന്നേ ഉള്ളൂ, കുറേയൊന്നുമില്ല ഗൈസ്. നമ്മളെ കോലം നോക്കിയാൽ നേരത്തെ പണ്ടാരിറങ്ങിയിട്ട്. ഞങ്ങളിവിടെ ഈ വഴിപാട് കൗണ്ടറിലുള്ള ഞങ്ങളിന്ന് RCBക്ക് വേണ്ടിയിട്ട് കുറച്ച് പൂജയൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. ഒരു തിരുവപ്പന് ഒരു പൈൻകുറ്റിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ടീം RCB. ഇവിടെ മറ്റേ കടലേൻ്റെയും തേങ്ങേൻ്റെയും ചായ പ്രസാദം കൊടുക്കുന്നിടത്ത് അതിനെക്കാട്ടി തിരക്കാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ പോയതിനെക്കാട്ടി തിരക്കാണ്. നമ്മൾ ചായ കുടിക്കുകയാണ്. ചായയെങ്കിലും കിട്ടി, അതെങ്കിലും വേഗം കുടിച്ച് പോവാനാണ്. ഇത് ചൂടാണ് കേട്ടോ. ഇവിടെ അവിടെ ഒരു ഫാനുണ്ട്. ഇവിടുത്തെ ആൾക്കാരെല്ലാം അൽഫാമും ആവും. നമ്മൾ മാത്രമല്ല ചൂടെടുക്കുന്നത്. എൻ്റെ ഫോണ് വരെ പൊള്ളുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ മുഖം കണ്ടാൽ തിരികെ. എൻ്റെ ഉള്ളിലെല്ലാം ഞാൻ ഇപ്പോൾ അൽഫാമായിട്ടായി. എൻ്റെ ഷർട്ട് ഇട്ട ഭാഗത്തല്ല. ഇതൊന്നാമത് ഫുൾ സ്ലീവാണ്. മൈ ഗോഡ്. ഫൈനലി ഞങ്ങൾക്ക് പ്രസാദം കിട്ടി. പക്ഷെ ഇവക്ക് കിട്ടിയിട്ടില്ല. ഇവൾ നിന്നുകൊണ്ട് കൊടുക്കൂല പോലും. ഇരുന്നവർക്കേ പ്രസാദം കിട്ടുമല്ലോ. ഇവക്ക് ജസ്റ്റിസ് വേണം ഗൈസ്. ഞങ്ങളിവിടെ ബോട്ടിങ്ങിൻ്റെ അടുത്ത് വന്നിട്ടാണല്ലോ ഗൈസ്. ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പോൾ നമ്മൾ കുടയെല്ലാം പിടിച്ചിട്ടാണ് വരുന്നത്. നല്ല തിരക്കാണ് ഇവിടെ. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു. എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്.
ഓക്കെ. ഫോൺ വീണോന്ന് അമ്മക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ആ പേടി എനിക്കും ഉണ്ട്. എൻ്റെ വയസ്സ് ഭയങ്കര വെയിൽ. ഞാൻ ഇപ്പോൾ മിസ്സായിപ്പോയി അവരുടെ അടുത്തുനിന്ന്. സോ ഞങ്ങളിവിടെ ഹൗസ് ബോട്ട് കയറിയിട്ടാണല്ലേ. ഇവിടെ സീറ്റില്ല, എന്നാലും ഞങ്ങൾ കസാരയെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേടോ. ഓളവിടെ പോയിട്ട് നിന്നിട്ടെല്ലാം വ്യൂ എടുക്കലാണ്. ഞാനിവിടെ സീറ്റിലിരുന്നു. ഒരു ലോക്കൽ പാട്ടെല്ലാം വെച്ചിട്ടുണ്ട് ഇവര്. ഞാനിവിടെ വേഗം വന്ന് സീറ്റ് പിടിച്ചുകൊണ്ട് എനിക്കിങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പപ്പയോളം അവിടെ നിന്നിട്ട് വ്യൂ ആസ്വദിക്കുന്നു. ഞങ്ങളൊക്കെ ഇരുന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്, വാഷ് ബേസിൻ, പിന്നെ വാഷ്റൂം ഉണ്ട്. പക്ഷെ അത് ലോക്ക്ഡാണ്. ഇവിടുത്തെ മിററാ പിന്നെയും ക്ലിയർ. അപ്പുറത്ത് ഞാൻ നോക്കുമ്പോൾ ഫുള്ള് ബ്ലറായിട്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ പാട്ട് ഒരു കോണവും ഇല്ല കേട്ടോ. പ്ലേലിസ്റ്റ് പോക്കാം. സോ ഗൈസ്, നമ്മളെ ആ പറശ്ശിനിക്കടവ് എത്താനായി. ഹൗസ് ബോട്ടിലാണ്. അമ്പലം എത്താനായി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഹൗസ് ബോട്ടിലാണ്. ഇപ്പം ഇനി പാലം കഴിഞ്ഞപാട് നമ്മളെത്തും. ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ വ്യൂ. കുറേ നേരം ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ കളിക്കുന്നത്. ഞാൻ പാലം കാണിച്ചു തരാം. അയ്യോ, ഇനി പാലം, പുഴ, പറശ്ശിനിക്കടവ് അമ്പലം. ഞങ്ങൾ പാലം കെടുക്കുന്നുണ്ട് ഗൈസ്. എന്ത് പാട്ടാണ്, കുറച്ച് നല്ല പാട്ടിടണം. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് മാറ്റണം. ദേ പറശ്ശിനിക്കടവ് അമ്പലം. ഇപ്പം നിങ്ങൾക്ക് കണ്ടല്ലോ ഗൈസ്. കുറച്ചും കൂടി അടുത്തത്തെ വ്യൂ കിട്ടാൻ കുറച്ചും കൂടി നമ്മൾ അടുത്തോട്ട് പോകണം തോന്നുന്നു. ഇപ്പോൾ കുറച്ചും കൂടി അടുത്തത്തെ വ്യൂ ആണ്. നമ്മൾ നേരെ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണുള്ളത്. ഫൈനലി ഇവർക്ക് ഇവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അമ്മ ഫോട്ടോന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ വീഡിയോ എടുക്കുന്ന. പക്ഷേ ഇപ്പോൾ ഇതാ നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. അതായത് അടുത്തത്തെ വ്യൂ എത്തിയിട്ടുണ്ട്. നൊരയൊക്കെ വരുന്നു ഗായ്സ്. ഓ മൈ ഗോഡ്, അത് നല്ല ബോട്ടാണ്, സ്പീഡ് ബോട്ട്. ഞങ്ങളിതാ കരക്കടുക്കുകയാണ് ഗായ്സ്. അയ്യോ, അത് നല്ലൊരു ബോട്ടാണ്. നല്ല സ്പീഡ് പോവും, നല്ല ഫുൾ വ്യൂ ഒക്കെ ആയിരിക്കും. ഇതേപോലെ കമ്പിയൊന്നും ഉണ്ടാവില്ല. ഇതുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഈ ഫോണും നമ്മളൊക്കെ എപ്പോഴേ വെള്ളത്തിൽ പോകുന്നുണ്ടായി. ഞാൻ നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിലായിരുന്നു അമ്പലം, ഇപ്പം അപ്പുറത്തെ സൈഡിലായി. എനിക്ക് തോന്നുന്നു ഈ ബോട്ട് കറങ്ങുന്നുണ്ട് എന്നാണ്. നമ്മളെ ബാക്കിൽ ഇപ്പം അമ്പലം നിങ്ങൾക്ക് കാണാം. ഏറ്റവും അടുത്തത്തെ വ്യൂ. ഇതിൻ്റെ അപ്പുറം ഇനി അടുത്ത അതിൻ്റെ മുന്നിൽ പോയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ട് അടുപ്പിക്കാനായി. സോ ഇപ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ്, നമ്മൾ മാത്രം. നല്ലൊരു സമാധാനമുണ്ട്. പാട്ടും ഇല്ല, ആൾക്കാരും ഇല്ല. ഞങ്ങൾ അവരെ കൂട്ടാണ് നടക്കുകയാണ്. നമ്മളവരെ ബാക്കിൽ ഇങ്ങനെ ഓടുക. നോക്കുക, അവരുടെ അങ്ങാളില്ല. നമ്മളോ ഇവിടുന്ന് പൊരി, അവിൽ അതൊക്കെ മേടിക്കാൻ അമ്മ നിന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ച് കാറ്റെന്താന്ന് അറിഞ്ഞു. ഞങ്ങൾ കുറച്ച് ഹലുവ, പൊരി, മുറുക്ക് അതൊക്കെ മേടിച്ചിട്ടുണ്ട്. ക്യൂട്ട് പൂച്ചക്കുട്ടി, തടിച്ച പൂച്ച, മങ്കി. ഹായ്, എന്ത് രസമായി പെൻഗ്വിനെ കാണാൻ. അത് ഇതിനെ നോക്കി ശരിക്കുള്ള പൂച്ച. ഇതിനെക്കാട്ടി ഭേദം പുറത്ത് കിടക്കുന്നതായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ശരിക്കും കുക്കർ ബാക്കിൽ അത്ര ചൂടാണ്. കൂളിങ് ഇട്ടിട്ട് എന്താ കാര്യം അമ്മേ. ഗ്ലാസ് തുറന്നാലോ? ഇതൊക്കെ നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ. ഫേവറേറ്റ് സോങ്, ഞങ്ങളുടെ ഭയങ്കര ഫേവറേറ്റ് സോങ് ആണ് ഗൈസ് ഇത്. ഉണ്ണി കാണാൻ
ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. ഞാൻ പറഞ്ഞ് പിസ്സ വേണോ, നോക്കുമ്പോൾ നമുക്ക് മേടിച്ച് തരുന്നില്ല. ബിരിയാണി കഴിക്കാൻ കൂട്ടിയിട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണുള്ളത്. ഇവിടെ ബിരിയാണി ഫേമസ് ആണ്, ഇവിടുത്തെ ബിരിയാണി. കച്ചമ്പറ്, അച്ചാറ്, പിന്നെ ചട്നി, ചമ്മന്തി. ഇവിടുത്തെ ഇതാണ് കേട്ടോ മെനു. ലെഗോൺ ബിരിയാണിയാണ്. അമ്മ കല്ലുമ്മക്കായ് ബിരിയാണി ഓർഡർ ചെയ്ത്. ഇതാണ് കല്ലുമ്മക്കായ് ബിരിയാണി, ലെഗോൺ. സീരിയസ്ലി ഭയങ്കര വിഷമം. ഫുഡൊക്കെ കഴിച്ചു, എനിക്കിഷ്ടമായി. നല്ല ഫുഡ് ബിരിയാണി. നമുക്ക് സാധാരണ ബിരിയാണി അത്ര ഇഷ്ടമല്ല, തന്നാൽ തിന്നു, അത്രയേ ഉള്ളൂ. ഞങ്ങളിവിടെ ഡെക്കാത്ലോൺ വന്നിട്ടാണല്ലേ. എനിക്ക് കുറച്ച് സാധനം മേടിക്കണമായിരുന്നു, സ്പോർട്സ് വെയർ. കണ്ണൂരിൻ്റെ ഇതിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഗൈസ്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ല എ സിയും കുറേ വൈഡ് വെറൈറ്റി കളക്ഷൻസ്. ഇത് യോഗ മാറ്റ്, പിന്നെ മറ്റേ ബോള്. ഞാനിവിടുന്ന് ഒരു ഷർട്ടായിരുന്നു നോക്കിയ, ഒരു ഫുള്ളി നെറ്റ് വരുന്നത്. അപ്പം അതിവിടെ കാണുന്നില്ല, ഇവിടെ ഇല്ല, ഓൺലൈനിലായിരിക്കും ഉണ്ടാവുക. വേറെ നോക്കലാണ്. ജാക്കറ്റ്സ് പിന്നെ ഒക്കെ ഉണ്ട് ഐസ്. ഞാൻ ഒരു ബാഗ് മേടിച്ചു. ഫൈനലി എനിക്ക് എൻ്റെ ഷർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനാണ് ഇവിടുത്തെ പേയ്മെൻറ്റ് മെത്തേഡെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത്യാവശ്യം നല്ല ബില്ല് തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങൾ വേഗം എത്തിയോണ്ട് ഒരു മഴയൊക്കെ മിസ്സായിട്ടുണ്ട്. നല്ല കാറ്റ്, ഇപ്പോൾ മഴ വരും. സോ ഗായ്സ്, ഞാൻ വീട്ടിലെത്തി. ഇവിടെ നല്ല മഴ വരുന്ന ക്ലൈമറ്റൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, RP Talk സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.